നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. വിചാരണ കോടതി നടപടി ശരിവച്ച കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരായി സമർപ്പിച്ച അപ്പീൽ ഫയൽ സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ മാത്രമാണ് വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കത്തി ബംഗ്ലാദേശ്. ദേശീയ ടെലിവിഷൻ ഓഫീസിന് തീയിട്ടു, ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കത്തി ബംഗ്ലാദേശ്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 32ആയി. 500-ലധികം പേർക്ക് പരിക്കുണ്ട്. ദേശീയ ടെലിവിഷൻ ഓഫീസ് ആക്രമിച്ച് തീയിട്ടു. രാജ്യമെങ്ങും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസിച്ച വിദ്യാർത്ഥികൾ സംവരണ നിയമം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ സഹായിക്കാൻ MG സർവകലാശാല ടെൻഡർ ഒഴിവാക്കിയെന്ന് പരാതി. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ സഹായിക്കാൻ MG സർവകലാശാല ടെൻഡർ ഒഴിവാക്കിയെന്ന ആരോപണം. MG സർവകലാശാലയിലെ ഡിജിറ്റലൈസേഷൻ, ബയോമെട്രിക്, പഞ്ചിംഗ് ജോലികൾക്കാണ് ടെൻഡർ ഒഴിവാക്കിയത്. കെൽട്രോൺ, സിഡിറ്റ് തുടങ്ങിയ അംഗീകൃത പാനലിലുള്ള സ്ഥാപനങ്ങൾ ഊരാളുങ്കലോടിനൊപ്പം ടെൻഡർ നൽകിയെങ്കിലും പിന്നീട് പിന്മാറി. മുണ്ടെടുത്ത് വന്ന കർഷകന് പ്രവേശനം നിഷേധിച്ചു. GT മാളിന് 8ന്റെ പണി ഒരാഴ്ചത്തേക്ക് തുറക്കേണ്ടെന്ന് ഉത്തരവ്. സംഭവം ബാംഗ്ലൂരിൽ. മുണ്ടെടുത്ത കർഷകന് പ്രവേശനം നിഷേധിച്ച ബാംഗ്ലൂരിലെ മാൾ അടച്ചുപൂട്ടി. കർണാടക സർക്കാരാണ് ഒരാഴ്ചത്തേക്ക് മാളിന്റെ പ്രവർത്തനം നിർത്താൻ ഉത്തരവിട്ടത്. വയോധികനായ കർഷകന് പ്രവേശനം നിഷേധിച്ച സംഭവം വാർത്തയായതിന് പിന്നാലെയാണ് നീക്കം. കേരളിന് ISO സർട്ടിഫിക്കേഷൻ, സിൽവർ ലൈൻ പരിഗണനയിൽ. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ കേരയിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗുണനിലവാര സർട്ടിഫിക്കേഷനാണ് ISO സംസ്ഥാന സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമാണ് കേരയിൽ. തലസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ കുത്തനെ കൂടുന്നു. 6 മാസത്തിനിടെ തട്ടിയത് 35 കോടി രൂപ. ശക്തമായ നടപടിയെന്ന് DCP. തലസ്ഥാന നഗരത്തിൽ സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കുത്തനെ കൂടുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ തട്ടിപ്പിനിരയായ ആളുകൾക്ക് നഷ്ടമായത്
35 കോടി രൂപയാണ്. സൈബർ തട്ടിപ്പുകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് DCP P. നിതിൻ രാജ് അറിയിച്ചു. അമിത വേഗതയിൽ നീല സ്വിഫ്റ്റ് കാർ പോലീസ് തടഞ്ഞതും വെട്ടിച്ച് പാഞ്ഞു. അഞ്ചലിൽ യുവാക്കൾ MDMA-യുമായി പിടിയിൽ. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ വൻ മയക്കുമരുന്ന് വേട്ട. ന്യൂജൻ മയക്കുമരുന്നുമായി എത്തിയ യുവാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി. അഞ്ചൽ സ്വദേശികളായ അലി ഷർബാൻ, മനോജ് എന്നിവരാണ് 13 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. വാഹന പരിശോധനയ്ക്കിടെ കാറിൽ അമിത വേഗത്തിലെത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും അഞ്ചൽ പോലീസിന്റെയും പരിശോധനയിലാണ് യുവാക്കൾ കുടുങ്ങിയത്. ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ചതായി പരാതി. സംഭവം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ചതായി പരാതി. ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയെ ചികിത്സയ്ക്കിടെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ വെള്ളയിൽ പോലീസ് ആരോഗ്യ പ്രവർത്തകന്റെ പേരിൽ കേസെടുത്തു. പ്രതി ഈയിടെ മറ്റൊരു ജില്ലയിൽ നിന്നും സ്ഥലം മാറി എത്തിയ ആളാണെന്ന് പോലീസ് പറഞ്ഞു. BNS 75, 76, 79 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതി ഒളിവിലാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.